ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ അടുത്തെത്തി നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവുമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളുമൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ സഞ്ചരിച്ചു നോക്കിയാൽ ഒട്ടുമിക്ക പള്ളികളിലും പുതിയ കാർപ്പറ്റുകൾ, AC സജ്ജീകരണങ്ങൾ, പുതിയ പെയിന്റ് അടിക്കുന്ന പള്ളികൾ, പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുന്ന ആരാധനാലയങ്ങളൊക്കെ നമ്മൾ റമദാനോടനുബന്ധിച്ചു കാണും. അതുപോലെ നമ്മുടെ എല്ലാം വീടുകളൊക്കെ റമദാനിന്റെ മുന്നോടിയായി പരമാവധി ശുദ്ധിയാക്കുകയും അതിനാവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി വൃത്തിയാക്കി വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതെല്ലാം റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഭൗതികമായ മുന്നൊരുക്കങ്ങളാണ്. ഇവിടെ സത്യവിശ്വാസികളായ നമ്മൾ അള്ളാഹു നമ്മൾക്ക് സമ്മാനമായി നൽകുന്ന ഈ പരിശുദ്ധ റമദാനിലേക്ക് വളരെ കുറഞ്ഞ സമയം മാത്രം നമ്മുടെ മുന്നിലുണ്ടായിരിക്കെ എങ്ങനെയാണ് നമ്മൾ റമദാനിനെ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾക്കൊരു ധാരണയുണ്ടാകണം. പ്രായോഗിക തലത്തിൽ അത് ചെയ്യുകയും വേണം. ഏറ്റവും പ്രധാനമായും ഒന്നാമത്തെ കാര്യം, റമദാനിനെ താൽപര്യത്തോടെയും പ്രാർത്ഥിച്ചും സ്വീകരിക്കുന്നവരാകണം നമ്മൾ. നമ്മുടെ നാട്ടിൽ റമദാനിൽ നോമ്പ് നോൽക്കാത്തവരായിട്ട് വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. പക്ഷെ റമദാനിനെ താൽപര്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വീകരിക്കുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് റമദാനിനെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞത്? എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് റമദാനിനെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജുമഅ മുതൽ നമ്മൾ തുടങ്ങണം. ഉറപ്പായിട്ടും തുടങ്ങണം. അങ്ങനെയാണ് സഹാബാക്കൾ റമദാനിനെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നത്. സഹാബാക്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ രൂപം പറയാണ്. കാനു യദ്ഊന അല്ലാഹ സിത്തത അശ്ഹുരിൻ, 6 മാസം സഹാബാക്കൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എന്തിന്? അൻ യുബല്ലിഗഹും റമദാൻ, അല്ലാഹുവേ റമദാനിനെ ഞങ്ങൾക്ക് നൽകണമേ എന്നവര് 6 മാസം പ്രാർത്ഥിക്കും.
ثم يدعون 6 أشهر أن يتقبل منهم. റമദാൻ കഴിഞ്ഞാൽ പിന്നീട് 6 മാസം റമദാനിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ നാഥ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നും അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അഥവാ ഒരു വർഷം മുഴുവൻ പ്രാർത്ഥനയിൽ റമദാൻ ഉണ്ടാകും. അതിൽ അവരേറ്റവും കൂടുതൽ ചെയ്തിരുന്നത് റമദാൻ ജീവിതത്തിൽ എത്താൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ. സഹാബാക്കൾ ചൊല്ലിയിരുന്ന ദുആകളിൽ ഇങ്ങനെ കാണാം: അല്ലാഹുമ്മ സല്ലിംനി ഇലാ റമദാൻ, അല്ലാഹുവേ നീ ഞങ്ങളെ റമദാനിലേക്ക് എത്തിക്കണമേ. വസല്ലിം ലി റമദാൻ, റമദാനിനെ ഞങ്ങളിലേക്കും സുരക്ഷിതമായി എത്തിക്കണമേ. വതസല്ലമഹു മിന്നി മുതഖബ്ബല, അല്ലാഹുവേ റമദാനിൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ ആരാധനാ കർമ്മങ്ങളും നീ സ്വർഗത്തിന് വേണ്ടി സ്വീകരിക്കണമേ നാഥ എന്ന് റമദാനിന്റെ മുമ്പ് തന്നെ അവർ പ്രാർത്ഥിച്ചിരുന്നു. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് റമദാനിന്റെ മുമ്പേ റമദാനിലേക്ക് എത്താൻ വേണ്ടിയും റമദാനിൽ ആരാധനകൾ ചെയ്യാൻ വേണ്ടിയും റമദാനിനെ കൂടുതൽ ഭക്തിയോടുകൂടി ഉപകാരപ്പെടുത്താൻ വേണ്ടിയും പ്രാർത്ഥിക്കണം നമ്മൾ ഇന്നു മുതൽ എന്ന് പറയാൻ കാരണം എന്താണ്? അതിനു കാരണം ഇപ്പോഴേ നമുക്ക് ആയുസുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാകും. കഴിഞ്ഞ റമദാനിലാണ്, ഗൾഫിലാണ് സാധാരണ ഗൾഫിൽ നിൽക്കുന്ന ആളുകൾ, ഗൾഫ് നാട്ടിലാണ് കൂടുതൽ ആരാധനക്ക് റമദാനിൽ സൗകര്യം എന്നുള്ളത് കൊണ്ട് അവിടെയാണ് നിൽക്കുക. പക്ഷെ നാട്ടില് പ്രായായ വാപ്പിയുള്ളതുകൊണ്ട് കുടുംബസമേതം ഇത്തവണത്തെ റമദാൻ ബാപ്പാന്റെയും ഇമ്മാന്റെയും കൂടെ നാട്ടിൽ ഇൻഷാ അല്ലാഹ് ആരാധനയിൽ സജീവമായി ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് പോകാം എന്ന ധാരണയിൽ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വിമാനം ഇറങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടയിൽ ആക്സിഡന്റ് പറ്റിയിട്ടാണ് മരിച്ചത്. നമ്മൾ ആലോചിക്കണം എന്താ അറിയോ, നമ്മളെപ്പോലെ റമദാന്റെ 20 ദിവസം മുമ്പ് ദുനിയാവിലുണ്ട്, റമദാന്റെ 10 ദിവസം മുന്നേ ആയുസുണ്ട്. റമദാനിന് വേണ്ടി മാത്രം ഗൾഫിൽ നിന്ന് ബാപ്പാന്റെയും ഇമ്മാന്റെയും കൂടെ കുടുംബത്തിന്റെ കൂടെ നാട്ടിൽ ആരാധനയും പള്ളിയും പെരുന്നാളായിട്ട് എഴുത്തിക്കാഫായിട്ട് കൂടണം എന്ന് വിചാരിച്ച് നാട്ടിലേക്ക് വന്നതാണ്. ഇവിടെ ഇറങ്ങി വീട്ടിലേക്ക് വരുന്നതിന്റെ റമദാന്റെ 2 ദിവസം മുമ്പ് അള്ളാഹു കൊണ്ടുപോയി. സഹോദരങ്ങളെ, അദ്ദേഹത്തിന് റമദാൻ കിട്ടിയില്ല. പടച്ചോൻ അദ്ദേഹത്തിന് കൊടുത്തില്ല. വേണ്ട, ഇനി ആയുസുണ്ട് എന്ന് വെക്കുക. ആയുസുണ്ട്. ഏതാനും റമദാനുകൾക്ക് മുമ്പാണ് ഒരു സഹോദരി റമദാന്റെ തൊട്ട് 2 ദിവസം മുന്നേ വിളിച്ചത്. ചെറിയ ജലദോഷവും പനിയും വന്നു, കുരച്ചു, ഡോക്ടർ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ലങ്സിന് ബാധിച്ചിട്ടുണ്ട്, 20 ദിവസം ഗുളിക കുടിക്കണം. ആ സഹോദരി ഫോണിലൂടെ വിതുമ്പിയിട്ടാണ് കരയണത്. എന്നിട്ടാ ചോദിക്കണം, മൗലവി റമദാനിലെ 10-18 ദിവസം നോമ്പ് പോകുന്ന ഡോക്ടർ പറഞ്ഞത്, മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ അത് ഇൻഫെക്ഷനായി ബാധിക്കും, ഒന്നുകൂടി മൂർച്ഛിക്കുന്ന പറഞ്ഞത്. എന്താ ചെയ്യാൻ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. പറയുന്നത് റമദാനിനെ പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കണം എന്ന് പറയാനുള്ള കാരണം, അള്ളാഹുവേ റമദാന് വരെ നീ ദീർഘായുസ് നൽകണമേ എന്നാണ്. അള്ളാഹുവേ റമദാനിൽ ആരാധന ചെയ്യാൻ നാഥ നീ തൗഫീഖ് നൽകണമേ എന്നാണ്. അള്ളാഹുവേ റമദാനിൽ പൂർണ്ണമായും ഇബാദത്ത് ചെയ്യാനുള്ള സാഹചര്യവും ഉണ്ടാക്കി തരണമേന്നാണ്. അപ്പൊ ഉമ്മമാരോട് പറയും, ഉമ്മാരെ നമ്മൾ റമദാനിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ നിൽക്കുകയാണ്. നിങ്ങളെ വിവാഹം കഴിപ്പിച്ച നിങ്ങളുടെ മകളുടെ വീട്ടിൽ നിന്ന് ഒരു മരണം ഉണ്ടായി. അവിടെ മകളുടെ ഏറ്റവും അടുത്ത കുടുംബത്തിലെ ഒരാൾ അവിടെ മരിച്ചു. മകൾ വിളിക്കാം, അമ്മ എനിക്ക് വളരെ പ്രയാസമുണ്ട് ഇവിടെ നിൽക്കാന്, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരും അമ്മ, ഒരു 10 ദിവസം നിൽക്കാന്. നിങ്ങൾ റമദാന്റെ 1-ന് അങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പോ പരിസരത്ത് പള്ളിയില്ല, തൗഹീദുള്ള പള്ളിയില്ല, തറാവീഹിന് പോകാൻ സൗകര്യമില്ല, ക്ലാസ് ഇല്ല. സഹോദരങ്ങൾ, ആയുസുണ്ട്, ആരോഗ്യമുണ്ട്, സാഹചര്യം മാറി. പടച്ചോണ്ട് തേടണം, അള്ളാഹുവേ ഇപ്പൊ ഞങ്ങൾക്ക് ആരോഗ്യല്ലേ, പടച്ചോനെ ഞങ്ങളിപ്പോ പള്ളിയൊക്കെയുള്ള സ്ഥലത്തല്ലേ, നാഥ ആരോഗ്യത്തോടെ ആരാധനകൾ ചെയ്യാനുള്ള തൗഫീഖോടെ നാഥ നീ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ. ഉറപ്പായിട്ടു സഹോദരങ്ങളെ, നമ്മൾ ഇനി മുതൽ ഓരോ ജമാഅത്ത് നിസ്കാരത്തിന് ശേഷവും ഓരോ പ്രാർത്ഥനയിലും ഇത് ആവർത്തിച്ചു പ്രാർത്ഥിക്കണം. നാഥ റമദാൻ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താ അറിയോ? 2 ഗുണാണ്. ഒന്ന്, അള്ളാഹു നമ്മൾക്ക് നമ്മുടെ ആയുസ്സിനെ നിശ്ചയിച്ചത് റമദാനിന്റെ തൊട്ടു മുന്ന് കൊണ്ടുപോകാനാന്ന് വെക്കുക. ഇനി നമുക്ക് ആയുസ്സല്ല തന്നു, ഒരു ആക്സിഡന്റ് പറ്റാൻ പടച്ചോന്റെ തീരുമാനമുണ്ട്, എന്നിട്ട് റമദാൻ മൊത്തം നമ്മൾ ആശുപത്രിയിലാന്ന് തീരുമാനിക്കുക. അങ്ങനെയാണ് പടച്ചോന്റെ വിധിന്ന് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരു മരണം ഉണ്ടായി,
വേണ്ട വിധം റമദാൻ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. കുറെ അങ്ങോട്ട് ആശുപത്രി പോയി, ഐസിയുയിൽ പോയി, മരണമുണ്ടായി, മകളെടുത്ത് പോകേണ്ടി വന്നു, പെട്ടെന്ന് ഗൾഫിക്ക് പോകേണ്ടി വന്നു. നമ്മൾ വിചാരിച്ച പോലെ ആരാധനകൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ തീരുമാനമാണ് പടച്ചോന്റെ ഖളാ എന്ന് വെക്കുക. നമ്മൾ അല്ലാഹുവിനോട് അല്ലാഹുവേ റമദാൻ ഞങ്ങൾക്ക് നൽകണമേ, ആരോഗ്യത്തോടെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അദ്ദുആഉ യറുദ്ദുൽ ഖളാ. നമ്മൾ ഒരു തവണ പറഞ്ഞതാണ്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു റമദാൻ നമ്മൾക്ക് തന്നേക്കാം. റമദാനിൽ അല്ലാഹു നമ്മൾക്ക് നിശ്ചയിച്ച ആക്സിഡന്റുകൾ അല്ലാഹു മാറ്റിയേക്കാം. റമദാനിൽ പടച്ചതമ്പുരാൻ നമ്മൾക്ക് നിശ്ചയിച്ച ആരാധനക്ക് ഭംഗം വരുന്ന കാര്യങ്ങൾ പ്രാർത്ഥന വഴി അല്ലാഹു നീക്കിയേക്കാം. റമദാനിനെ നമ്മൾ ചോദിച്ചതുകൊണ്ട് ആ റമദാൻ മുഴുവനായി നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് കിട്ടിയേക്കാം. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം, പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം. പ്രാർത്ഥിച്ചു തുടങ്ങണം ഒരുക്കാൻ. രണ്ടാമതെന്താ പ്രാർത്ഥന കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഗുണം, ഇനി നമ്മൾ പ്രാർത്ഥിച്ചു, ഞാനുങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ റമദാൻ നൽകണമേ, നേരത്തെ പറഞ്ഞ പോലെ ഇബാദത്തിന് അവസരം ഉണ്ടാകണമേ, റയ്യാൻ കവാടത്തിലുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്കുന്റെ കുടുംബത്തിനും ആരാധന ചെയ്യാൻ തൗഫീഖ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അല്ലാഹുവിന്റെ ഖളാ, രോഗമുണ്ടായി, നോമ്പോൽക്കാൻ കഴിഞ്ഞില്ല, ആക്സിഡന്റ് ഉണ്ടായി, ആശുപത്രിയിലായി, നമ്മൾ മരിച്ചുപോയി. റമദാന്റെ തൊട്ടു മുന്നേ റമദാൻ കിട്ടിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോ ആക്കാൻ തരുമോ? സാരല്ല, പ്രാർത്ഥിച്ചവന് സാരല്ല. എന്തേ കാരണം? മൻ ഹമ്മ ബിഹസനത്തിൻ, ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു പടച്ചോനോട്, ഫലം യഅമൽഹാ, പക്ഷെ ചെയ്യാൻ കഴിഞ്ഞില്ല, അസുഖായി, രോഗായി, ആശുപത്രി കേസായി, അല്ലെങ്കിൽ മരിച്ചുപോയി. അയാൾ നിയ്യത്ത് വെച്ചു, ആഗ്രഹിച്ചു, അല്ലാണ്ട് പ്രാർത്ഥിച്ചു, പക്ഷെ ചെയ്യാൻ അല്ലാഹു ആയുസ് കൊടുത്തില്ല. കുത്തിബത്ത് ലഹു ഹസന, ചെയ്തവന്റെ കൂലി അയാൾക്ക് അല്ലാഹു കൊടുക്കും, ചെയ്തവന്റെ കൂലി കൊടുക്കും. ആർക്ക് സഹോദരങ്ങളെ? ആവർത്തിക്കുന്നു, പ്രാർത്ഥിച്ച റമദാനെ സ്വീകരിച്ചവന് മാത്രം ചെയ്ത കൂലി ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹു കൊടുക്കും. നിങ്ങൾക്ക് ഓർമ്മല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും യുദ്ധത്തിലേ പോവുകയാണ്, മദീനയിൽ യുദ്ധത്തിന് പോവുകയാണ്. പോയി യുദ്ധങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പ്രവാചകൻ ഒരു വാചകം പറഞ്ഞു, നമ്മൾക്ക് ആനന്ദമുണ്ടാക്കുന്ന വാചകമാണ്. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയോ? സഹാബാക്കളെ, യുദ്ധത്തിൽ പങ്കെടുത്ത നിങ്ങളുടെ അതേ കൂലി യുദ്ധത്തിന് വരാത്ത ചിലർക്കും മദീനയിൽ വെച്ച് കിട്ടുന്നുണ്ട്. പ്രവാചകൻ അതിന് പറഞ്ഞ വാക്കെന്തറിയോ? ലരിഹാലൻ മാ സിർതഹും മസീറ, അവർ ഒരു യാത്രയും ചെയ്തിട്ടില്ല. വലാ ഖത്അത്തും വാദിയ, ഒരു താഴ്വരയും അവർ മറികടന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്ത അതേ കൂലി അവർക്ക് മദീനയിൽ ഉണ്ടാകുമ്പോഴുണ്ട്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, നബിയെ അതെങ്ങനെ ഉണ്ടാകുക? യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവർക്ക് എങ്ങനെ ഒരേ കൂലി ഉണ്ടാകുക? പ്രവാചകന്റെ വാക്ക്, അവർ ഖാലു ഹസ്ബുഹും അൽ മറൽ, അവർ യുദ്ധത്തിന് വരണമെന്ന് കൊതിച്ചവരാണ്, പ്രാർത്ഥിച്ചവരാണ്, തയ്യാറെടുത്തവരാണ്. പക്ഷെ അല്ലാഹു രോഗം കൊടുത്തവരാണ്. രോഗം കൊടുത്ത ഒരു മനുഷ്യൻ മുമ്പ് അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ചെയ്തതിന്റെ കൂലി അയാൾക്ക് അല്ലാഹു കൊടുക്കും. അതുകൊണ്ട് ഒന്നാമത്തെ തീരുമാനം, ഇന്നു മുതൽ ഓരോ സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ റമദാൻ ഞങ്ങൾക്ക് നൽകണമേ, ദീർഘായുസ് നൽകണമേ, ആരാധനകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ, അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി തരണമേ നാഥ. കൊറോണ പോലെ ഒരൊറ്റ നിയമം വന്നാൽ പള്ളികൾക്ക് ലോക്കിടും നാഥ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരുക്കം, റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ട രണ്ടാമത്തേത്, നമ്മൾ വെൽ പ്ലാൻഡ് ആയി റമദാൻ ഒരുങ്ങണം. ഇന്നു മുതൽ റമദാന് കൊണ്ട് സ്വർഗം കിട്ടുന്ന ആളുകളെല്ലാം, റമദാൻ പരമാവധി ഉപയോഗിച്ചവരെല്ലാം, റമദാന് കൊണ്ട് സംതൃപ്തിയോടുകൂടി പെരുന്നാളിന് പോകുന്നവരെല്ലാം റമദാനിന് മുമ്പേ പ്ലാൻ ചെയ്തവരായിരിക്കും. റമദാനിനെ യാന്ത്രികമായി അവസാനിച്ചവരാണ് ഞാനും നിങ്ങളെങ്കിൽ, യാന്ത്രികമായിട്ട് അവസാനിച്ചവർ, ആവേശത്ത് തുടങ്ങി നടുക്കെത്തിയപ്പോ മെല്ലെ കുറഞ്ഞ് അവസാനെത്തിയപ്പോഴേക്കും പെരുന്നാളിന്റെ ജോറിൽ നോമ്പ് പോലും പോയോ എന്നറിയാത്ത വിധം, തറാവി പോലും റക്കായത്ത് കുറഞ്ഞില്ലേന്ന് അറിയാത്ത വിധം യാന്ത്രികമായിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, റമദാനിന്റെ മുമ്പ് പ്ലാൻ ചെയ്യാത്തവരുടേതാണ്
റമദാൻ നഷ്ടാകുക. മുമ്പ് പ്ലാൻ ചെയ്യാത്തവർ എന്തുകൊണ്ടാ സുഖങ്ങളെ മുമ്പ് പ്ലാൻ ചെയ്യണമെന്ന് പറയാൻ കാരണം അറിയോ? ശരിക്കും നമ്മൾ ഖുർആനിൽ ഒരു ആയത്ത് പഠിച്ചു വെക്കണം. അതെന്താ അറിയോ? അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എന്ത് പരിശോധിക്കാനാണ് നമുക്ക് ആയുസ് എന്നത് എല്ലാവർക്കും ഒരു ആയത്താട്ടോ, കൂടെ മനസ്സിൽ ഓതണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. അള്ളാഹു നമ്മൾക്ക് മരണവും ജീവിതവും തന്നത് നമ്മളെ പരീക്ഷിക്കാനാണ്. എന്ത്? അയ്യുക്കും, നമ്മുടെ കൂട്ടത്തിൽ ആരാണ്, അടുത്ത വാക്കെന്താ, അഹ്സനു അമല, ഏറ്റവും നന്നായി അമല് ചെയ്യുന്നത്. അമല് ചെയ്യുന്നവൻ ആരാണ് നോക്കാനല്ല അല്ലാഹു പറഞ്ഞയച്ച്. പിന്നെ അഹ്സനു അമല ആരാ ചെയ്യണത്? നിസ്കരിക്കണോൻ മഹല്ലിൽ കുറെ ഉണ്ടാവും, അള്ളാഹ്ക്ക് അതല്ല വേണ്ടത്. ഏറ്റവും നന്നായി നിസ്കരിച്ചവൻ ആരാണ് എന്നാണ് അള്ളാഹ് പരിശോധിക്കുക. നോമ്പ് നോൽക്കുന്നവർ റമദാനിൽ ഒരുപാടുണ്ടാകും. അള്ളാഹ് പറയാ നമ്മളോട്, ഞാൻ നോക്കുക റമദാനിൽ ഏറ്റവും നന്നായി നോമ്പ് നോറ്റവൻ, ഏറ്റവും നന്നായി തറാവിസ്കരിച്ചവൻ, ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്തവൻ, ഏറ്റവും നന്നായി പള്ളിയുമായി ബന്ധപ്പെട്ടവൻ, ഏറ്റവും നന്നായി സദഖ നിർവഹിച്ചവൻ, ഏറ്റവും നന്നായി പടച്ചവനോട് പ്രാർത്ഥിച്ച് തൗബ ചെയ്തവൻ, ഏറ്റവും നന്നാകണമെങ്കിൽ പ്ലാൻ ഉണ്ടാകണം. അമലിന് പ്ലാൻ വേണ്ട. അമലിന് രാവിലെ പലിച്ചക്ക് എഴുന്നേക്കുക, നോമ്പോർക്കുക, എല്ലാരും പോണ കൂടുതൽ പോവുക, അത് അമലാണ്. അഹ്സനു അമൽ എങ്ങനെ അറിയോ? അള്ളാഹ് ഇതിനെ പറഞ്ഞേ. സൂറത്ത് കഹ്ഫിൽ അള്ളാഹ് ഇതേപോലെ നമുക്ക് പറഞ്ഞു തന്നു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ. ഈ ഭൂമിയിൽ ഞാനെല്ലാം നിങ്ങൾക്ക് അലങ്കരിച്ചെന്നത് ലിനബ്ലുവഹും, നിങ്ങളെ പരീക്ഷിക്കാനാണ്. അയ്യുഹും അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുക, ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും ഇഖ്ലാസോടെ. പോരായ്മകൾ പറ്റിക്കണേ കഴിഞ്ഞ ഉടനെ തന്നെ അല്ലാണ്ട് പ്രാർത്ഥിച്ച് റമദാനിൽ റയ്യാൻ കവാടം കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഭക്തിയോടുകൂടി ചെയ്യുന്നവൻ ആരാണ് എന്ന് നോക്കാനാണ്. അതിന് പ്ലാൻ വേണം. അതിന് പ്ലാൻ ഇപ്പൊ വേണം, ഇല്ലെങ്കിൽ നടക്കൂല, ഇല്ലെങ്കിൽ യാന്ത്രികാവും. ഇപ്പൊ നമ്മളെ കുട്ടിന്റെ കല്യാണം, വാപ്പാരന്മാരെ നമ്മളെ കുട്ടിന്റെ കല്യാണം നമ്മൾ വെക്കേഷനിൽ മെയ് മാസം ഏപ്രിലാണ് വെച്ചെന്ന് വെക്കുക. നമ്മൾ ഏപ്രിൽ 31-നാണ് നമ്മുടെ കുട്ടിന്റെ വിവാഹം. നമ്മൾ ഏപ്രിൽ 15-ന് നമ്മൾ വീട്ടിൽ നിന്നിട്ട് നമ്മളോട് ഒരാൾ ചോദിക്കാൻ, അല്ലടാ എന്തായി കുട്ടിന്റെ? ഇൻഷാ അല്ലാഹ് 10-15 ദിവസം ഉണ്ടല്ലോ, നോക്കാ. നമ്മൾ ജീവിതത്തിൽ പറയോ? ഇല്ല. നമ്മൾ ആദ്യമേ നമ്മുടെ കുടുംബത്തിന്, 2 കുടുംബത്തിനും ഒത്തുചേരാനുള്ള സ്ഥലം, അവിടുത്തെ നമുക്ക് പറ്റിയ ഓഡിറ്റോറിയം, അതിൽ പാർക്കിങ്ങുള്ള ഓഡിറ്റോറിയം, അതിലൊഴിവുള്ള ഓഡിറ്റോറിയം നമ്മൾ എന്ന് തരാൻ തുടങ്ങും. അതിൽ ഭണ്ഡാരിമാരിൽ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാവും. നമ്മുടെ ബഡ്ജറ്റിന് നല്ല അഭിപ്രായമുള്ള, നമുക്ക് വരാൻ പറ്റിയ, സംസാരിച്ചാൽ ഒതുങ്ങുന്ന ആൾക്കാരെ ലിസ്റ്റ് എടുത്താണ്ട് അവരോട് നമ്മൾ സംസാരിച്ചേക്കും. 2 കൂട്ടരും സംസാരിച്ച് 1.5 മാസം മുന്നേ ഏകദേശം തീരുമാനമാവും. എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? അല്ലെങ്കിൽ നമ്മൾ എന്താ പറയോ? അല്ലെങ്കിൽ മൗലവി പാളും, അല്ലെങ്കിൽ മേത്ത് പിടിക്കും, അല്ലെങ്കിൽ കൊളാകും. അവസാനത്തെ ഒരാഴ്ച പരക്കം പാഞ്ഞ ഈ പറഞ്ഞൊന്നും നടക്കൂല. അതിന്റെ അർത്ഥം എന്താ അറിയോ? പാളും കൊളാകും പരക്കം പായും എന്നാണ് അതിന്റെ അർത്ഥം എന്താ അറിയോ? നഷ്ടാകും. ചോദിക്കണ പൈസ കൊടുക്കേണ്ടി വരും, വിചാരിച്ചത് നടക്കൂല. അവസാനം കൊളായി, നാട്ടുകാരെ മുന്നിൽ അപമാനിതനായി, ഒരു നിക്കാഹ് പോലും നല്ല പോലെ നടത്താൻ കഴിയാത്തവനാവും. സഹോദരങ്ങളെ, ഏതാ വരുന്നത് അറിയോ? കുട്ടിന്റെ സൽക്കാരം ഒന്നാമത്തിൽ ഇനി കഴിഞ്ഞില്ലെങ്കിൽ 2-ത്തിൽ നമുക്ക് 2-ാമത്തെ കല്യാണം ഉഷാറാക്കുക. നമ്മുടെ ജീവിതത്തിൽ റമദാനാ വരുന്നത്. റമദാൻ ഹദീസുകളിൽ വന്ന പദപ്രയോഗങ്ങൾ മാത്രം എടുത്തിട്ട് പണ്ഡിതന്മാർ 30 പേരാ റമദാന് വെച്ചിട്ടുണ്ട്. ഷഹ്റു സബർ, ഷഹ്റുൽ ഖുർആൻ, ഷഹ്റുൽ മുവാസാത്ത്, ഷഹ്റുൽ ഇത്ഖാ മിനന്നാർ, ഷഹ്റുൽ ഖുർആൻ, ഷഹ്റുല്ലാഹ്, ഷഹ്റുർ റഹ്മ, ഷഹ്റുൽ ബർക്ക. അല്ലാഹു ഓരോ സെക്കൻഡുകളിലും ബർക്കത്തുകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും പൊതിഞ്ഞ ഒരു മാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നിൽക്കാൻ. അവിടെ സഹോദരങ്ങളെ, പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അല്ലാഹ് നമ്മളോട് ഇങ്ങനെ പറയാൻ, യാ ബാഗി അൽ ഖൈർ, മുഴുവൻ പാപങ്ങളും പൊറുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ റെഡിയായി നിന്നോളൂ. എങ്ങനെ നിന്നോളൂ? തയ്യാറായി മുന്നോട്ട് വരാൻ നിന്നോളൂ. അവനവന്റെ ജീവിതത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്നവരെ തയ്യാറായി പ്ലാൻ ചെയ്ത് റെഡിയായി നിന്നോളൂ. നരകമോചനം ആഗ്രഹിക്കുന്നവരെ റെഡിയായി പ്ലാൻ ചെയ്ത് തയ്യാറായി നിന്നോളൂ. മരണപ്പെട്ടു പോയ പിതാക്കന്മാരുടെ കൂടെ, അമ്പിയാക്കന്മാരുടെ കൂടെ,
സ്വർഗത്തിലെത്തണം ആഗ്രഹിക്കുന്നവരെ, ഇതാ 10-12 ദിവസം കഴിഞ്ഞാൽ വരാട്ടോ, 5-8 ദിവസം കഴിഞ്ഞാൽ വരാട്ടോ, തയ്യാറായി പ്ലാൻ ചെയ്തു നിന്നോളൂ. ആ റമദാൻ വരുമ്പം നമ്മൾ പ്ലാൻ ഇല്ലാതെ നേരെ അങ്ങോട്ട് കയറുക. നമ്മളിത് കുറ്റമായിട്ടല്ല, നിങ്ങൾ ആലോചിച്ചു, പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരൊറ്റ കാര്യം നമുക്ക് ബോധ്യപ്പെടും. പ്ലാൻ വേണം എന്ന് തീരുമാനിക്കണം. ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം തീരുമാനിക്കണം, 2 പ്ലാൻ ഉണ്ടായിട്ട് റമദാൻ കടക്കുള്ളൂ നമ്മൾ തീരുമാനിച്ചാൽ മുതലാക്കാൻ കഴിയും, ഇല്ലെങ്കിൽ യാന്ത്രികാവും. ഞാൻ ഉദാഹരണം പറയാം, മനസ്സിലാകാൻ വേണ്ടി പറയാൻ. നമുക്ക് പ്ലാൻ ഉണ്ടോ ഇല്ലേ, ഇല്ലാതെയാണോ അല്ല യാന്ത്രികമായിട്ടാണോ നമ്മൾ നോമ്പോൽക്കൽ എന്നുള്ള ചെറിയൊരു ഉദാഹരണം പറയാൻ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഞാനടക്കമുള്ള ആൾക്കാർ, നമുക്കൊരു ഏകദേശം 20 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ, നമ്മുടെ അവസാനത്തെ ഒരു 10 നോമ്പെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ 20 വയസ്സിന്റെ മുകളിലുള്ള നമ്മുടെ റമദാൻ എടുക്കുകയാണ്. റമദാനിന്റെ ഒന്നാമത്തെ പുണ്യം വരട്ടെ. റമദാനിലെ ഒന്നാമത്തെ പുണ്യം എന്താ അറിയോ? റമദാനിന്റെ അന്ന് ചന്ദ്രക്കല ഉദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ് എന്ന് ചൊല്ലലാണ് ആദ്യത്തെ പുണ്യം. ഞാൻ സത്യസന്ധമായി ആത്മാർത്ഥമായി നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കും, നമ്മൾ ഇത്രയും കാലം നോമ്പ് നോറ്റിട്ട് നമ്മുടെ ജീവിതത്തിൽ മാസപ്പിറവി കണ്ട് പടച്ചോനെ ഞാൻ റമദാനിൽ ഒന്നാമത്തെ പുണ്യം മുതൽ നേടിയെടുക്കാൻ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ എന്ന് പ്രാർത്ഥിച്ച എത്ര റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും? കുറ്റമായിട്ടല്ല, അല്ലല്ലോ, ഫുത്ബല്ലേ. നമ്മുടെ മനസ്സാക്ഷിനോട് നമ്മൾ ചോദിക്കുക, എത്ര ഉണ്ടാവും? എന്തുകൊണ്ടില്ല എന്നറിയോ? നമ്മളെ പ്ലാനിൽ അതില്ല. നമ്മുടെ പ്ലാൻ ഉണ്ടാകണം. ഒന്നാമത്തെ പുണ്യം മാസപ്പിറവി കണ്ടിട്ട് ആദ്യത്തെ പ്രാർത്ഥന മുതൽ തുടങ്ങണം. ജമാഅത്ത് കിട്ടണം. അപ്പന്റെ ജോലി ഇൻഷാ അല്ലാഹ് ഞാനൊരു ഓർഡർ ഉണ്ടാക്കും. ഖുർആനോത്ത് 1 തവണ 2 തവണ ഞാൻ പ്ലാൻ ഉണ്ടാകണം. പ്ലാൻ ഉള്ളവനെന്താ അറിയോ? അപ്പോ രാവിലെ സ്കൂളിൽ പോയി പരീക്ഷാ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോഴേക്കും ഞാൻ തളരും. ഇൻഷാ അല്ലാഹ് പോണീന്റെ മുന്നിൽ 10 പേജ്, അവസാനം 2 പേജ് ഞാനൊരു ധാരണ ഉണ്ടാക്കും. ഈ ധാരണ മുഴുവനും സഹോദരങ്ങളെ പ്ലാൻ ഉള്ളോനെ കഴിയുള്ളൂ. പ്ലാൻ ചെയ്ത് മുന്നോട്ടണം. പ്ലാൻ ചെയ്യുന്ന എത്ര മനുഷ്യരോ. നമുക്ക് ചില അത്ഭുതങ്ങൾ തോന്നും. കഴിഞ്ഞ റമദാനില്, കഴിഞ്ഞ 1-2 റമദാൻ മുമ്പ് ഒരു യാത്രയിൽ അവസാനത്തെ 10-ൽ പള്ളിക്ക് എഴുത്തിക്കാഫിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങള് പള്ളിക്കെടുത്ത് അദ്ദേഹം എഴുത്തിക്കാഫിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നാട്ടിലൂടെ ജീവിക്കുന്ന ഒരാൾ നിലക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിയാൽ ഒരാൾക്ക് എന്താ കിട്ടിയാൽ നമുക്കറിയാം. അദ്ദേഹത്തിനിടക്ക് വണ്ടിയുടെ റിപ്പയറിങ്ങും അത് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ അടക്കേണ്ടതും ഓരോ സംഗതി കഴിഞ്ഞാൽ ജീവിച്ച് പോകാതെ കിട്ടുള്ളൂ. എല്ലാം കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ആറ്റിക്കുറുക്കി നോക്കിയാൽ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അവസാനത്തെ 10-ൽ നിങ്ങൾ എഴുത്തിക്കാഫിരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? മൗലവി, അള്ളാഹു ഒരു ദിവസം വന്നിട്ട് നാളെ മുതൽ എഴുത്തിക്കാഫ് എന്നല്ല പറഞ്ഞത്. നാളെ മുതൽ ഒരു ദിവസം മാർച്ചിൽ വന്നിട്ട് ഏപ്രിൽ മുതൽ എഴുത്തിക്കാഫിരിക്കണം എന്നല്ല പറഞ്ഞത്. അല്ല പറഞ്ഞിക്കണല്ലോ, റമദാൻ ഇതാ അടുത്ത തവണയാണ്, ഇത്ര മാസമുണ്ട്, അതിൽ 1020 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. ഞാൻ തീരുമാനിച്ചു, ഇന്റെ ഓട്ടർഷമെന്ന് തൽക്കാലം എനിക്ക് പോകാൻ, ഗൾഫ് പോകാൻ എന്റെ കയ്യിൽ പൈസ അല്ല, വേറെ ജോലിക്ക് എന്നെ കൊണ്ട് കഴിവില്ല. ഞാൻ എന്റെ മനസ്സിൽ പടച്ചോപ്പ തൽക്കാലം മരിക്കുമ്പോ തന്നെ ആയിരിക്കും. ഞാനൊരു ഓട്ടോറിക്ഷമ്മലാണ്, ഒരു കൂലിപ്പണിക്കാരനാണെന്നുള്ളതുകൊണ്ട് എനിക്ക് ഇത്തിക്കാഫിരിക്കാതെക്കാനൊന്നും പറ്റൂല. ഞാൻ എന്ത് ചെയ്തു പറയും മോലി? 11 മാസവും 20 ദിവസവും പടച്ചോണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഓടുന്ന പൈസന്ന് ഞാൻ 100 റുപ്യയെ 200 റുപ്യയെ ഞാൻ അങ്ങനെ എടുത്തേക്കും. ചിലപ്പം ഒരാഴ്ചയിൽ 500 റുപ്യ ആക്കി വെക്കും. പറ്റ ഓട്ടം പറയുമ്പോൾ ഞാൻ അല്ലാണ്ട് പ്രാർത്ഥിക്കും, പഠിച്ചോണ്ട് ലോങ് ട്രിപ്പ് കിട്ടിയാൽ മതിയേനി. ലോങ് ട്രിപ്പ് കിട്ടിന്റെ പകുതി പൈസ എടുത്ത് കുഞ്ഞാന്റെ ഭാര്യന്റെ കൈ കൊടുക്കും. എന്നിട്ട് അവളോട് പറയും, നോക്കടി എന്ത് വന്നാലും ഇതീന്ന് എടുക്കരുത് മൗലവി. അവസാനത്തെ റമദാൻ 20 നോമ്പാകുമ്പോഴേക്കും ഞാൻ 11 മാസവും 20 ദിവസവും അധ്വാനിച്ചുണ്ടാക്കിയ 20,000 റുപ്യ ഞാൻ എടുത്തുണ്ടാവും. എനിക്ക് 20,000 റുപ്യ മതി. പെരുന്നാക്ക് ഞാൻ ഡ്രസ്സ് എടുക്കും, ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കും, സക്കാത്ത് ഞാൻ കണക്കൂട്ടി കൊടുത്തിട്ടുണ്ടാവും. സ്വതക്ക് കൊടുക്കാനും പെരുന്നാക്ക് പോകാനും മക്കൾക്ക് മുട്ടായി വാങ്ങി കൊടുക്കാനും ബിരിയാണി ഉണ്ടാക്കാനും മതി. എന്തുകൊണ്ടാണ് അധ്യാപനായി എനിക്ക് കഴിയാത്തത്? എന്താ അമ്മക്ക് കഴിയാത്ത? ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് എന്തുകൊണ്ടാണ് കഴിയാറ്? അദ്ദേഹം ജീവിക്കാണ്, പ്ലാൻ ചെയ്തിട്ട്. ഇഴ്തികാഫ് കിട്ടണം.
അതിനെന്തു വേണം? അതാണ് പ്ലാൻ. അതിനാണ് സ്വർഗം. അതിനാണ് സ്വർഗം. നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ റമദാൻ കിട്ടൂല. പള്ളിയിലെ 30 ദിവസം, നമ്മുടെ പള്ളിയിലെ പോലെ 30 ദിവസം ഉച്ചക്ക് ക്ലാസ്സിന് ഒരു സഹോദരി, സ്കൂളില് കഞ്ഞി വെക്കുന്ന സഹോദരി. ഞാനിങ്ങനെ പറയാനുള്ള കാരണം അറിയോ? മുതലാളിയാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണെന്ന് കരുതണ്ടെന്നുള്ളതാണ്. നമുക്ക് നടക്കും. നമ്മൾ വിചാരിക്കാത്തോണ്ടാണ്. വിചാരിച്ചാൽ ഇവരെക്കാളും 1000 ഉദാഹരണമായി നമ്മുടെ ജീവിതം നമുക്ക് അല്ലാണ്ട് പറയാൻ കഴിയും എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താനാണ്. സ്കൂളിൽ കഞ്ഞി വെക്കുന്ന ഒരു താത്ത എത്രമാത്രം കഷ്ടപ്പാടുണ്ടാകും 3-4 മക്കളുണ്ടെങ്കിൽ. ആ ഇത്ത റമദാനിലെ എല്ലാ 30 ദിവസത്തെ ഉച്ചത്തെ ക്ലാസ്സിനും മൗലവിമാർ ക്ലാസ് എടുത്തിട്ട് ക്ലാസ്സിന് ശേഷം എന്തെങ്കിലും അവരുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു നല്ല ഇസ്ലാമികമായ പ്രൊജക്റ്റിലേക്ക് സഹായം ചോദിക്കും. ആ താത്ത എന്നും 100 റുപ്യ ഇങ്ങനെ കൊടുക്കും എല്ലാ ക്ലാസ്സിന് ശേഷം. അപ്പൊ അവിടെ ക്ലാസ് ഉണ്ടായപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയില്ല. എന്നോട് ചോദിച്ചു, മൗലവി നിങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ആ താത്ത നേരിട്ട് പള്ളിക്കുറ്റിയിലേക്ക് അന്നത്തെ 100 റുപ്യ കൊണ്ടുവന്നത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ്? പറഞ്ഞു, എല്ലാ ക്ലാസ്സിനും ഞാൻ 100 റുപ്യ വീതം ഇങ്ങനെ കൊണ്ടുവരും. എന്റെ ഒരു നീയത്തായിരുന്നു. അതെന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം? അതിനാ ഇത്ത പറഞ്ഞ മറുപടി അത്ഭുത സൗകളെ, അത്ഭുത. നമ്മുടെ കൂടെ ഒരു സൊഫിൽ നിൽക്കുന്ന, നമ്മള് ആൾക്കാരെ നോക്കിയിട്ട് ഓളുന്ന അത്ര ഭക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പടച്ചോണ്ട് എത്രമാത്രം അടുത്തിട്ടാ ജീവിക്കണമെന്ന് അത്ഭുതപ്പെട്ടു. നമ്മളൊക്കെ നാണിച്ചു നിൽക്കും. ആ സഹോദരി പറഞ്ഞ വാക്കെന്തറിയും? മൗലവി, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പള്ളിക്കത്തെ ഖതീബ് റമദാനിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾ ഇങ്ങനെ എണ്ണിയെടുത്ത് ദാനധർമ്മം വർദ്ധിപ്പിക്കുക, കുറെ കാര്യം എണ്ണിയെടുത്ത് ദാനധർമ്മം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് തെളിവായിട്ട് മൗലവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ വീശിയടിക്കുന്ന കാറ്റ് പോലെയാണ് എന്ന് ഉദാഹരണം പറഞ്ഞു. ബാക്കി പിന്നീട് പറഞ്ഞു മൗലവി പോയി. പക്ഷെ ഞാൻ മൗലവി ആലോചിച്ചത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റമദാനിൽ വീശിയടിക്കുന്ന കാറ്റ് പോലെ സ്വതക്ക കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനല്ല. കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധനാഢ്യനാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വീശിയടിക്കുന്ന കാറ്റ് പോലെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ റളിയല്ലാഹു കയ്യിൽ പൈസ ഉണ്ട്. 2 മാസത്തോളം അടുപ്പിൽ നിന്ന് പുക ഉയരാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ വീശിയടിക്കുന്ന പോലെ സ്വതക്ക കൊടുത്തു പറഞ്ഞാൽ അത് അത്ഭുതല്ലേ മൗലവി? അത് അത്ഭുതല്ലേ? പ്രവാചകന്റെ വീടിനെ പറ്റി ഖുർആനിൽ കൊടുത്ത വാക്കെന്താ അറിയോ? സൂറത്ത് ഹുജറാത്ത്. ഹുജറാത്ത് എന്ന റൂമുകൾ എന്നാണ്, വീടല്ല. പ്രവാചകന്റെ വീട്ടിൽ ഉറിയിൽ വെച്ചിരുന്ന തരികല്ലേ, ആ തരിക പ്രവാചകൻ പാത്രം വെക്കാൻ ഉപയോഗിക്കും. ഗസ്റ്റ് വന്നാലേ പാത്രത്ത് മാറ്റിയിട്ട് ആ തരികയിൽ പ്രവാചകന്റെ മേൽമുണ്ട് വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടി കൊടുക്കും. അത്രയും പട്ടിണി ദരിദ്രനാരായണന്മാരായ സഹാബാക്കളും നബിയും റമദാനിൽ സ്വതക്ക കൊടുത്തു പറഞ്ഞപ്പം മൗലവി, ഞാൻ പള്ളിക്കെന്ന് ആലോചിച്ച ആ നബിനെക്കാളും സാമ്പത്തികമായിട്ട് ശേഷി ഉണ്ടല്ലോ, കഞ്ഞി വെക്കണം എനിക്ക്, ഞാൻ തീരുമാനിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ പരലോത്ത് നിൽക്ക മൗലവി? അതുകൊണ്ട് ഞാൻ എന്റെ കാക്കാനോട് പറയും, കാക്ക കുറച്ച് എന്തെങ്കിലും നിങ്ങൾ തരണട്ടോ, കാക്ക എനിക്ക് കുറെ കൂലിപ്പണിക്കാനാണ്, ചിലപ്പോൾ 1000 റുപ്യ ഉണ്ടാകുക. ആങ്ങളോടും ചോദിക്കും, ഞാൻ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന് മൗലവി കുറച്ച് ഈ ചെറുത്ത 3000 ആക്കും റമദാനാകുമ്പോത്തിന്, എന്നെ കൊണ്ട് അത്ര കയ്യ 3000 ആക്കും. ആ 3000 റമദാന്റെ കുറച്ചു മുൻപ് കാക്കാന്റെ കൈ കൊടുത്തിട്ട്, കാക്ക ഇത് 100ന്റെ 30 നോട്ടാക്കി കൊണ്ടുവരണട്ടോ എന്ന് പറയും. കാക്ക ബാങ്കിലോ അല്ലെങ്കിൽ പെട്രോൾ പമ്പിലോ കടയിലോ എവിടെയെങ്കിലും പോയിട്ടത് 100ന്റെ 30 നോട്ടാക്കിയിട്ട് അതിൽ കെട്ടാക്കിയിട്ട് എന്റെ കയ്യിൽ തരും. ഓരോ റമദാനിൽ ഉച്ചക്കും വരുന്ന മൗലവിമാർ ദീനിന്റെ എന്തെങ്കിലും കാര്യം പറയുമ്പം ഞാൻ അതിലേക്ക് സംഭാവനയായി കൊടുക്കും. ഇതെങ്ങനെ ഒരു താത്താക്ക് കഴിയണറിയോ? റമദാൻ എത്തുമ്പം ബിസ്മിൻ ചൊല്ലി അത്താഴം തുടങ്ങണോണ്ട് ഒരാൾക്കത് കിട്ടൂല. പടച്ചോനെ, റമദാൻ വരികയാണ്, എന്തെങ്കിലും കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടാക്കിയേക്കണം. റമദാൻ വരികയാണ്, ജമാഅത്ത് നട്ടാകരുത്, നിന്റെ കടിയിൽ ഞാൻ സിസ്റ്റം ഉണ്ടാക്കിയേക്കണം, അതിൽ എനിക്കിന്റെ പരലോകം നഷ്ടപ്പെടുന്ന ഒരു രൂപം ഉണ്ടാകരുത്. പടച്ചോനെ, റമദാൻ വരികയാണ്, രാത്രി നിസ്കാരം, ഞാൻ കച്ചവടക്കാരനാണ്, സെയിൽസ്മാനാണ്, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അധ്യാപകനാണ്, വീട്ടുമ്മയാണ്. പടച്ചോനെ, അത് നഷ്ടപ്പെട്ട് കൂടാ. കാരണം ജീവിതത്തിൽ മുഴുവൻ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു തന്നെ 30 ദിവസമാണ്. നഷ്ടപ്പെട്ടുകൂടാ. അതിന് പ്ലാൻ ഉണ്ടാകണം. അങ്ങനെ ഒരു പ്ലാൻ ഇന്നു മുതൽ ഉണ്ടാക്കിയാൽ അൽ ഖുർആനു വർ റമളാനു യശ്ഫഅാനി ഫീ യൗമിൽ ഖിയാമ, പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമളാനും നമ്മൾക്ക് അനുകൂലമായി പരലോകത്ത് ശുപാർശ പറയും എന്ന ശുപാർശയിൽ നമ്മൾ പെടും. സഹോദരങ്ങളെ, റെഡിയായി നിന്നോളി. അവസാനത്തെ ഒരാഴ്ചയാണ്
ആ ഒരാഴ്ചയിൽ ജമാഅത്ത് കളയാതിരിക്കാൻ എന്ത്, നോമ്പ് നഷ്ടമാകാതിരിക്കാൻ എന്ത്, തറാവീഹ് പോകാതിരിക്കാൻ എന്ത്, സ്വതക്ക കൊണ്ട് അർശിന്റെ തണൽ വാങ്ങാൻ എന്ത്, അള്ളാഹുവിന്റെ ദീനിന്റെ മജ്ലിസിൽ വന്നിരിക്കാൻ എന്ത് എന്ന് പ്ലാൻ ചെയ്ത് പോകുന്നവന് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ. ഈ പറഞ്ഞ രണ്ട് കാര്യം, ഒന്ന് പ്രാർത്ഥിച്ച്, രണ്ട് പ്ലാൻ ചെയ്ത്. ഇത് ചെയ്യാനാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്, ചെയ്യാനാണ്. രണ്ട് കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് നല്ല നഷ്ടം വരും, നമുക്ക് നഷ്ടം വരും. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. ഞാനിത് പറയുന്നത് നമ്മുടെ മനസ്സൊരു ഇൻസ്പിരേഷൻ ഉണ്ടാകാനാണ്. എനിക്കറിയുന്ന അബുദാബിയിലുള്ള ഒരു അറബി സഹോദരനുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിക്കും, എന്താണ് പ്ലാൻ? അപ്പൊ അദ്ദേഹം റമദാനിൽ ആദ്യത്തെ 10 ദിവസം അദ്ദേഹം വീട്ടിലായിരിക്കും. പിന്നീട് 20 ദിവസം അദ്ദേഹം സൗദിക്ക് പോവും, ഉംറകൾ ചെയ്യും. പെരുന്നാൾ കഴിഞ്ഞിട്ട് വീണ്ടും നാട്ടിലേക്ക് വരും. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ശൈത്താന്റെ തോന്നിപ്പിക്കറിയോ, മൂപ്പർക്ക് നടക്കും, മൂപ്പര് അറബിയല്ലേ, പൈസക്കാരനാണ്. ഇതാണ് നമ്മളെ മനസ്സിൽ ഫസ്റ്റ്. അതാണ് ശൈത്താന്റെ ആദ്യത്തെ സാധനം. ഒരു ഉംറ റമദാനിൽ നിർവഹിക്കുന്നതിനെ പറ്റി ഹദീസിൽ വന്ന വാചകം എന്താ അറിയോ? നമ്മൾ ഹജ്ജിന്റെ കൂലി അല്ല, അങ്ങനെ അല്ല മനസ്സിലാക്കണ്ടേ. ഉംറത്തുൻ ഫി റമദാൻ, ഉംറ റമദാനിൽ ഒരാൾക്ക് കഴിയുമെങ്കിൽ നിർവഹിക്കാൻ കഴിഞ്ഞാൽ തഖ്ലി ഹജ്ജത്തും മഅി, നബിന്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ്. നബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത കൂലിയാണ്. ഞാൻ ചോദിക്കുക, എനിക്കും നിങ്ങൾക്കും ഒരു ഉംറക്കാകെ വേണ്ട, ഒരു ട്രിപ്പിലും പോകണ്ട, അവനാന്റെ കായ് മുടക്കി പോരാൻ ഇവിടെ ഇരിക്കണം ഓരോരുത്തർക്ക് ചോദിക്കുകയാണ്. എനിക്കടക്ക പറഞ്ഞ് 5 ദിവസം കൊണ്ട് തീരുവല്ലോ. അതിന് നമ്മൾ അറബി ആകണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മളതിന് മെനക്കെടൂല എന്നാണ്. ഇന്ന് നല്ല പറയണത്, ഇന്ന് നല്ല. അദ്ദേഹം എല്ലാ റമദാനും 10 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോകും. കാരണം എന്താ അറിയോ? പൈസ എടുത്തേക്കും. എന്തിന്? അവസാനത്തെ 20 ദിവസം സൗദിയിൽ പോകണം, എന്നിട്ട് അവിടെ ഹറമിൽ കൂടണം, അവിടെ ജമാഅത്തിൽ പങ്കെടുക്കണം. ഒരു വക്ത് നിസ്കാരത്തിന് 1,00,000 ഇരട്ടി പുണ്യം കിട്ടണ ഹറമിൽ റമദാനിൽ അവസാന തിരിവുണ്ടാവണം, അവിടെ ഉംറ ചെയ്യണം, കഴിഞ്ഞിട്ട് തിരിച്ചു പോരണം. ബാക്കി ഫുൾ ടൈം ഞാൻ ഇവിടെ തന്നെയാണല്ലോ. ഇതാണ് പ്ലാൻ. ഞങ്ങളെ പ്ലാൻ ചെയ്യുക. പൈസ കുറച്ചെടുത്തേക്ക, അമ്മാരെ പൈസ കുറച്ചെടുത്തേക്ക, മക്കളോട് ചോദിക്കുക. എന്നിട്ട് നമുക്ക് കിട്ടണ ജീവിതത്തിന്റെ സുവർണമായ അവസരത്തെ ഉപയോഗപ്പെടുത്തുക. കച്ചവടക്കാരെ അവനാന്റെ കച്ചവടം എങ്ങനെയാണ് തെർത്തീബാക്കി, ഒരാൾ എക്സ്ട്രാ വെച്ചാണ്ട് ജമാഅത്തിന് വരാൻ പറ്റും. ചെയ്യ സോങ്ങളെ ബാക്കി 11 മാസം നമ്മളിതൊന്നും ചെയ്യണില്ലല്ലോ. ഇത് നമുക്ക് വേണ്ടി തന്നല്ല, നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. ഉമ്മാരെ, പൈസ ഉള്ളവരെ ജമാഅത്തിന് കാക്കഞ്ഞ് കൊണ്ടുവരാൻ വന്നില്ല, ഓട്ടർഷക്കാരെ ഏൽപ്പിക്കും. ഞാൻ അതിങ്ങനെ പറഞ്ഞ പ്രായോഗികതയെ പറയണേ. എവിടുക്കാണ് ഈ ചിറ്റിലും, എവിടുക്കാണ് ഈ കയ്യമ്മത്തിയും, മരിക്കാൻ നേരത്ത് കാതുമ നിറച്ച് വളണ്ടേനി, കയ്യമ്മ മുറച്ച് മോതിരണ്ടേനി പറഞ്ഞ സംഭവം എന്താണ്? ജമാഅത്തടക്കാണ്, പായായി കൊണ്ടുപോകാൻ ആളില്ല. പള്ളിക്കൊക്കെ വന്നാൽ എത്രമാത്രം കൂലിയാണ്. ഓട്ടർഷക്കാരന് പൈസ കൊടുത്ത് ഏൽപ്പിക്കാൻ, അതിനല്ലേ പൈസ. അല്ല വെറും ഡ്രസ്സ് എടുക്കാൻ കല്യാണത്തിനാണ് ഏൽപ്പിക്കിൻ. ഇക്കാക്കമാര് അവനാന്റെ ഭാര്യക്ക് പോരാൻ കഴിയില്ലെങ്കിൽ പറഞ്ഞോളിൻ, നിങ്ങൾ 2-3 ആൾക്കാർ ഒന്നിച്ചു പോന്നോളിൻ, നടക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ വണ്ടിക്ക് പോന്നോളിൻ. അതിനാണ് റമദാൻ, അതിനാണ് പൈസ. അങ്ങനെ ചെയ്യണോൽക്കാണ് സ്വർഗം. അപ്പോഴാണ് പടച്ചോന് മനസ്സിലാകുക അവരുടെ മനസ്സിൽ റഗബത്ത്, ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, സ്വർഗം കിട്ടണം എന്ന അതിയായ കൊതിയുണ്ട്. സഹോദരങ്ങളെ, അത് ചെയ്യണം. 2, റമദാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ഭക്ഷണം കഴിക്കണം. നമ്മുടെ റൂമില്ലേ, ആ റൂമിലെ 3 പ്രാർത്ഥന എഴുതി ഒട്ടിക്കണം. അത് ചെയ്യാനാട്ടോ സോങ്ങൾ ഇങ്ങനെ പറയണത്, ചെയ്യാനാണ് പറയണത്. ഖുത്തുബ കേൾക്കാനോ ഖുത്തുബനെ പറ്റി വിലയിരുത്താനല്ല. ബിസ്മി ചൊല്ലി ചെയ്യണം. അതൊരു വീട്ടിൽ പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടാവും, വീട്ടിൽ റമദാൻ ഒരുങ്ങി എന്നുള്ള വ്യത്യാസം ഉണ്ടാവും. 1, നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹുമ്മ അഹില്ലഹു അലൈന, നെറ്റ് നോക്കിയാൽ കിട്ടും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഗ്രൂപ്പിലിടും ചെയ്യാം. അർത്ഥസഹിതം പേനോണ്ടോ അല്ലെങ്കിൽ പ്രിന്റോ എടുക്കുക. നമ്മള് ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ എവിടെയെങ്കിലും മക്കളും ഭാര്യയും മക്കളൊക്കെയാണ് ഒരു ഭാഗത്ത് എഴുതി ഒട്ടിക്കുക. മാസപ്പിറവി കണ്ടാലുള്ള പ്രാർത്ഥന, അതിന്റെ താഴെ
നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ദഹബല്ലം പ്രാർത്ഥനയർത്ഥം അറിയാം, കാണാപ്പാട് എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയുന്നറിഞ്ഞിട്ടാ അവിടെ പറഞ്ഞ് നമുക്കൊക്കെ കാണാതെ അറിയുന്നു പറഞ്ഞിട്ടാണ് എഴുതി ഒട്ടിക്കണം പറഞ്ഞ്. മൂന്നാമത്തത് അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്നു. എന്നാൽ റമദാൻ 1 മുതൽ അവസാനം വരെ ചൊല്ലാം. ഏറ്റവും കൂടുതൽ നബി അവസാനത്തെ 10 ചൊല്ലിയിരുന്നേ ഉള്ളൂ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. ഈ 3 മിനിമം 1 മാസപ്പിറവി കണ്ടാൽ, 2 നോമ്പ് തുറക്കുമ്പോഴുള്ളത്, മൂന്നാമത്തേത് അല്ലാഹുമ്മ ഇന്നക അഫുവൻ എന്ന ഈ 3 പ്രാർത്ഥനയും നമ്മുടെ മഹല്ലത്തെ എല്ലാവരും ഭക്ഷണം കഴിക്കണ ഭാഗത്തോ എഴുതി ഒട്ടിക്കുക. എന്തിനാ സ്വങ്ങളെ പറയണറിയോ? ഒട്ടിക്കുമ്പം നമ്മളെ വീട് റമദാൻ ഒരുങ്ങി എന്ന് നമ്മക്കാണ് ബോധ്യവും, മക്കൾക്കും ബോധ്യവും. ഇപ്പൊ നമ്മളെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ വരുമ്പോഴേ പെയിന്റിങ് ഇങ്ങനെ പെരങ്ങനെ അടിക്കണ കാണുമ്പോ നമ്മൾ ആൾക്കാർ ചോദിക്കൂലേ, എന്താടാ പുതിയ പെയിന്റൊക്കെ അടിക്കണ്, കല്യാണത്തെ നടക്കുന്നുണ്ടോ? ആ ചോദ്യം എന്താണ്? വീട്ടിൽ അതിനനുസരിച്ച് മാറ്റം വരുമ്പം ആളുകൾക്ക് ബോധ്യമാകും. 2, നമ്മളൊരു പള്ളിക്കനെ കയറുമ്പോഴേ നമുക്കറിയാം, പള്ളി കയറുമ്പോൾ അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലണം. എന്നാൽ ഒരു പള്ളിക്ക് അങ്ങനെ എഴുതി ഒട്ടിച്ചിക്കണ്, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന അറബിയിൽ കൊടുത്തിക്കണ അറിയില്ല അർത്ഥം. അത് കാണുമ്പം മറന്നുപോയി നമ്മൾ ഏറ്റു ചൊല്ലും. ഈ 2 കാര്യം നമ്മളെ വീട്ടിലെ മക്കളും പേരക്കുട്ടികളും അറിയണം. നമ്മളെ പറ്റി നമ്മളെ മക്കൾക്ക് എന്താ ബോധ്യം ഉണ്ടാണ്ടോ? റമദാന്റെ 10 ദിവസം മുന്നേ വാപ്പിയും വീടും ബാക്കിയുള്ളൊക്കെ റെഡിയാണ് പോലെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഒട്ടിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്നിടത്ത് അവരത് പാരമ്പര്യമായി പിന്തുടരും, കാണാതെ പഠിക്കും, തലമുറ ദീനിയാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥൻ നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, പരിശുദ്ധ റമദാനിനെ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാനിൽ ജീവിക്കുവാനും ആരാധനകൾ ചെയ്യുവാനും അതിനുവേണ്ടി ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തഖ്വയും നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി പ്രയാസമുള്ള ആളുകൾക്ക് നാഥ റമദാനിൽ നോമ്പനുഷ്ഠിക്കുവാനുള്ള ആരോഗ്യവും തഖ്വയും രോഗശമനവും നൽകി നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, SSLC അടക്കം വ്യത്യസ്തങ്ങളായ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ മക്കൾ നാഥാ നന്നായി പഠിക്കാനും നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനും നാഥാ നീ അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സന്തോഷവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും വരുമാനത്തിൽ നാഥ നീ അനുഗ്രഹങ്ങൾ ചൊരിയണമേ റഹ്മാനെ. പ്രയാസങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും നാഥ നീ ഞങ്ങൾ നീക്കിത്തരണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب